സാഹചര്യം തന്നെ UDF ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീണ്ടും ഉറപ്പിക്കുമോ? ആറ്റിങ്ങൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ആറ്റിങ്ങലിൽ UDF-നാണ് ലീഡ്, ആലത്തൂർ മാത്രമാണ് LDF-ന് ലീഡ്. ബാക്കി എല്ലായിടത്തും UDF-ന്റെ ലീഡാണ്. കോട്ടയത്തൊക്കെ 10,000 കഴിഞ്ഞു. പാലക്കാടും ശ്രീകണ്ഠൻ കംഫർട്ടബിൾ ആയി. ചാലക്കുടിയിൽ ബെന്നിക്കും നല്ല മെജോറിറ്റിയാണ്. 6200 മഞ്ജുഷ് ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ ഇപ്പോഴത്തെ ലീഡ് രാധാകൃഷ്ണൻ തന്നെ ജയിക്കാൻ ഓരോ റൗണ്ടുകളിലും നില മെച്ചപ്പെടുത്തുകയാണ്. ആലപ്പുഴ പോലെ LDF-ന്റെ പച്ചത്തുരുത്തായി ഇത്തവണ ആലത്തൂരാണ്. ആയും ചേർന്ന് ആലപ്പുഴ കഴിഞ്ഞാൽ ആലപ്പുഴയിൽ പരാജയപ്പെടുന്നു. പക്ഷെ ആലത്തൂർ തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ LDF-ന് പറഞ്ഞു നിൽക്കാൻ ഒരു സീറ്റെണ്ണം സംസ്ഥാനത്ത് ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും 2 BJP മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ LDF 1ലേക്ക് ചുരുങ്ങുകയും BJP 2ലേക്ക് കൂടുകയും ചെയ്യുന്ന അങ്ങനെ ഒരു അപൂർവ സാഹചര്യത്തിലേക്ക് കേരളം LDF-നേക്കാൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് വരികയാണെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ഉണ്ടാവും. ഇല്ലേ? CPM-ന് വലിയ തിരിച്ചടി. CPI-ക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു. കേരള കോൺഗ്രസിന്റെ വരവ് കോട്ടയത്ത് സഹായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ വേണ്ടി വരുന്ന ഒരു സമയമാണ്. പക്ഷേ അതിലേക്കൊന്നും എത്താറായിട്ടില്ല. കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ ലീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മാവേലിക്കരയിൽ പക്ഷേ 222 വോട്ടുകൾക്ക് മാത്രമാണ്. അത് കൊടിക്കുന്നിൽ അവിടെ വെല്ലുവിളി ഉണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ മാവേലിക്കരയും തിരുവനന്തപുരവുമാണ്, ഒപ്പം ആറ്റിങ്ങലുമാണ് ഇപ്പോൾ ടൈറ്റ് ഫൈറ്റിലേക്ക് എത്തുന്നത്. മാവേലിക്കര, തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങൾ ടൈറ്റ് ഫൈറ്റിലാണ്. ഇതിന്റെ എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ആ 3 സീറ്റുകളുടെ ചാഞ്ചാട്ടമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടാവുന്നത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് പിടിച്ചിട്ടുണ്ടെങ്കിലും നേരിയ ലീഡാണ്. മാവേലിക്കരയിൽ ലീഡ് ഉണ്ടെങ്കിലും നേരിയ ലീഡാണ്. തിരുവനന്തപുരത്ത് ലീഡ് നില മാറി പറയുന്നുണ്ട്. ഇപ്പോൾ 2000 കടന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ്. രാജീവ് ചന്ദ്രശേഖർ നേരിയ ലീഡാണെങ്കിലും ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനാൽ തന്നെ BJP-യുടെ ഒരു വിലയിരുത്തൽ 10,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നാണ് അല്ലേ? 10,000 വോട്ടുകൾക്കെങ്കിലും ജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് ലീഡ് കൂടുന്നു. 6169 പത്തനംതിട്ടയിൽ ലീഡ് ഉയർന്നിരിക്കുന്നു. ആന്റോ ആന്റണി കിതച്ചാണെങ്കിലും ജയിക്കുമെന്ന ഒരു സൂചനയാണ് കിട്ടുന്നത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ലീഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്നത്. ചാലക്കുടിയിലും അങ്ങനെയാണ്. UDF തരംഗം ഉണ്ടാകുമ്പോഴും അതിനൊപ്പം ചലിക്കാത്ത ഒരു ഇടമായി പത്തനംതിട്ട മാറിയിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മാത്രമല്ല അനിൽ ആന്റണി വോട്ട് പിടിക്കുന്നുണ്ട്. 4 ലക്ഷം കടന്നു, 26,000 കടന്നു അനിൽ ആന്റണിയുടെ വോട്ട്. അതായത് എല്ലാ UDF കോട്ടകളിലും 20,000-ഉം 30,000-ഉം 40,000-ഉം കടക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി കഷ്ടിച്ച് കടന്നുകൂടും എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത് അവിടുത്തെ ആന്റോ ആന്റണി വിരുദ്ധ വികാരം, തോമസ് ഐസക്കിന്റെ സാന്നിധ്യം, ഒപ്പം അനിൽ ആന്റണിയുടെ BJP നടത്തുന്ന വലിയ പ്രകടനം, ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ പത്തനംതിട്ടയെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരിലേക്കും ആലത്തൂരിലേക്കും ആറ്റിങ്ങലിലേക്കും മാവേലിക്കരയിലേക്കുമായി മാറുകയാണ്. മാവേലിക്കരയിൽ അട്ടിമറി ഉണ്ടാകുമോ? ആറ്റിങ്ങൽ UDF-ൽ നിന്ന് LDF പിടിക്കുമോ? കേരളത്തിൽ LDF-ന്റെ ഒറ്റ സീറ്റായിട്ട് ആലത്തൂർ മാറുമോ? തൃശ്ശൂരും തിരുവനന്തപുരവും BJP പിടിക്കുമോ? അതിൽ തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഏകദേശം ആയിക്കഴിഞ്ഞു. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ പോകുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് രാജീവിന് കടുത്ത മത്സരം. രാജീവും തരൂരും തമ്മിലുള്ള കടുത്ത മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇപ്പോഴും രാജീവ് മുന്നിട്ട് നിൽക്കുന്നു. BJP അങ്ങനെ 2 സീറ്റിൽ, 17 സീറ്റിൽ UDF, 1 സീറ്റിൽ LDF. 10 സെക്കൻഡിന്റെ പവർ ബ്രേക്ക്. 22,000 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ളത്. 22,000 വോട്ടുകളുടെ ലീഡ് മാത്രമാണ്. തിരുവനന്തപുരത്ത് 2,000 വോട്ട് കടന്നു രാജീവ് ചന്ദ്രശേഖർ ലീഡ്. മറ്റു സ്ഥലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മാവേലിക്കര ഒന്നാണ്. മറ്റൊന്ന് ആറ്റിങ്ങിലാണ്. ടൈറ്റ് ഫൈറ്റായി ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മാവേലിക്കര 222 വോട്ടുകളുടെ മാത്രം ലീഡാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത് എന്ന് മനസ്സിലാക്കണം. ആറ്റിങ്ങലിൽ അല്പം ലീഡ് അടൂർ പ്രകാശനുണ്ട് എന്ന് മനസ്സിലാക്കണം. 1890 ഈ ഘട്ടത്തിൽ. പക്ഷെ അവിടെയും ടൈറ്റ് ഫൈറ്റ് ആണ്. ആറ്റിങ്ങലിലേക്കും മാവേലിക്കരയിലേക്കും തിരുവനന്തപുരത്തേക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം ചുരുങ്ങുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അവിടെയാണ് നിർണായക ലീഡ് കൂടിയിരിക്കുന്നു. 7642 എന്ന ലീഡിലേക്ക് ആലത്തൂർ കടക്കുകയും ചെയ്തിരിക്കുന്നു. ശരി, ഒരു പവർ ബ്രേക്ക്, ഒരു ചെറിയ പവർ ബ്രേക്ക്, 10 സെക്കൻഡ് മാത്രം പവർ ബ്രേക്ക്. വേണ്ടി നമ്മൾ പങ്കുവച്ചതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ആണ് ഓരോ റൗണ്ടിലും മാറി മറിയുന്നത്. ആ നിമിഷം തന്നെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് മറ്റ് ടെലിവിഷൻ ചാനലുകൾ നൽകുന്ന ഡേറ്റകളിൽ സുരേഷ് ഗോപി ലീഡ് ഉയർത്തുന്നു. 23,000 കടന്നിരിക്കുന്നു. 23,618 എന്ന ലീഡിലേക്ക് സുരേഷ് ഗോപി 1,4 ലക്ഷത്തിലേക്ക് അടുക്കുന്ന ചിത്രം. തൃശൂർ വലിയ രാഷ്ട്രീയ നീക്കം നടക്കുന്നു. 23,618. സുരേഷ് ഗോപി ലീഡ് വീണ്ടും ഉയർത്തി. സുരേഷ് ഗോപി വീണ്ടും
NDAയുടെ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി തൃശൂരിങ് എടുത്തുകൊണ്ട് 2024 സുരേഷ് ഗോപി 23,000 കടന്നു. ഇനി ഒരു പുറകോട്ട് പോക്കില്ല. അതാണ് സാഹചര്യം. നേരിയ വോട്ടുകൾക്കാണെങ്കിൽ പോലും സുരേഷ് ഗോപി തൃശൂർ അങ്ങ് എടുത്തു കഴിഞ്ഞു. 23,618 വോട്ടുകളുടെ ലീഡ് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നിസാരമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി തൃശൂരിൽ ലീഡ് ചെയ്യുകയാണ്. 23,618 വോട്ടുകൾക്കാണ് ഇല്ല തൃശൂരിൽ കിട്ടുമെന്ന് പറയുന്നതല്ലാതെ ഇങ്ങനെ ഒരു ലീഡ് പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ഇത്രയും ആയിട്ടേ ഉള്ളൂ. ഇനിയും വോട്ടെണ്ണാൻ ബാക്കി കിടക്കുകയാണ്. ഒരു 70% വോട്ടെങ്കിലും ഇനിയും എണ്ണാൻ ബാക്കി കിടക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും വലിയൊരു ലീഡ്. ഇതേ രീതിയിൽ ലീഡ് നേടണമായിരുന്നു തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് BJP ക്യാമ്പിന് ഉണർവേകിയിട്ടില്ല തിരുവനന്തപുരത്ത്. പക്ഷേ തൃശ്ശൂരിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അവിടെ ക്യാമ്പ് ഉണർന്നു കഴിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇത്തവണ അക്കൗണ്ട് കേരളത്തിൽ BJPക്ക് തുറക്കാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുകയാണ്. അങ്ങനെ ഒരു സീറ്റിൽ ആലത്തൂർ ഒഴികെ ബാക്കി എല്ലാ സീറ്റിലും LDF 1 ലക്ഷം കടത്തിയിരിക്കുന്നു. അതെ, ലീഡല്ല 52,793 വോട്ടാണ് ലീഡ്. 52,793 വോട്ടുകൾക്കാണ് ഹൈബി ഈഡൻ ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം ആകെ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന വോട്ട് 1,09,826 വോട്ടാണ്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ 1.5 ലക്ഷത്തോളം വോട്ടുകൾ, കഴിഞ്ഞ തവണ കിട്ടിയ പോലെ 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലീഡ് കോട്ടയത്ത് UDFന്റെ ഫ്രാൻസിസിന്റെ 14,245 ഉയരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോട്ടയം UDF 15,000 കടന്നു. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 272 ഒറ്റയ്ക്ക് വന്നിട്ടില്ല. രഞ്ജിത്ത് 244 വലിയ തിരിച്ചടിയാണ് NDA സഖ്യത്തിൽ. ദേശീയ തലത്തിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അപ്രമാദിത്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. 272 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയില്ലെങ്കിൽ 303 നിന്ന് കഴിഞ്ഞ തവണത്തെ 303 നിന്ന് 244 BJPയുടെ താഴോട്ടുള്ള പോക്ക്. അവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അയോധ്യയിൽ പോലും NDA സഖ്യം വർക്ക് ചെയ്തില്ല. അവിടെ ടൈറ്റ് ഫൈറ്റ് ആണ്. കോൺഗ്രസ് സഖ്യവുമായുള്ള വലിയ മത്സരം നടക്കുന്നു. മധ്യപ്രദേശിലാണ് അവർക്ക് ആശ്വസിക്കാൻ വകയുള്ളത്. കർണാടകയിലും മത്സരമുണ്ട്. മഹാരാഷ്ട്രയിൽ വലിയ മത്സരം നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ബീഹാറിലും തിരിച്ചടിയാണ്. തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നു. അങ്ങനെ അവർ പ്രതീക്ഷിച്ച പല സംസ്ഥാനങ്ങളിലും ഒറീസയിലടക്കം വലിയ തിരിച്ചടി നേരിടുന്നു. മഹാരാഷ്ട്രയിൽ 27 സ്ഥലങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. 20 സ്ഥലങ്ങളിൽ മാത്രമാണ് NDA സഖ്യം മുന്നോട്ടുള്ളത് എന്നത് ദേശീയ തലത്തിൽ BJPയെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഫലമായി മാറുകയാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് കഷ്ടിച്ചെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും BJPക്ക് ഒറ്റയ്ക്ക് ഇത്തവണ കേവല ഭൂരിപക്ഷമില്ല എന്നത് നിർണായകമായി മാറുകയാണ്. മലപ്പുറത്ത് 56,000 ലീഡ്. UDFന്റെ ശക്തമായ ലീഡ് മലപ്പുറത്തും വയനാടുമാണ്. ഒപ്പം ഹൈബിക്ക് കിട്ടിയിരിക്കുന്ന എറണാകുളത്തെ ലീഡും ഡീൻ കുര്യാക്കോസിനും ഇടുക്കിയിലെ ലീഡും വലിയ മുന്നേറ്റമായി കാണാം. പരമ്പരാഗത മേഖലകളിലെല്ലാം UDFന്റെ ലീഡ്. ആലത്തൂരിൽ 7,642 വോട്ടിന്റെ ലീഡാണ് LDFനുള്ളത്. സേഫാണ് എന്നിപ്പോൾ പറയാം ഇല്ലേ? ആലത്തൂർ എങ്ങനെ LDF എടുക്കുമെന്ന് തന്നെ പറയാം. മഞ്ജു, നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം ദേശീയ തലത്തിൽ നമ്മൾ ഈ UPയുടെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യണം. കാരണം രാമക്ഷേത്രം അടക്കം നിർമ്മിച്ചുകൊണ്ട് UP തൂത്തുവാരുമെന്ന് പറഞ്ഞിരുന്ന കക്ഷിയാണ് NDA. പക്ഷേ അവിടെ 48 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ